ഇത് അത്ഭുതങ്ങളുടെ രാത്രി. ഇത് ദൈവകൃപ പെയ്തിറങ്ങുന്ന രാത്രി. നൈറ്റ് വിജിൽ. പ്രിയമുള്ളവരെ, ഏറെ സ്നേഹത്തോടെ ഈ അനുഗ്രഹത്തിൻ്റെ രാത്രിയിലേക്ക് നിങ്ങളേവരെയും ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുക. നമ്മളോടൊപ്പം ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് അനേകർ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെ നമുക്ക് വിശ്വാസത്തിൻ്റെ കൂട്ടായ്മയിൽ കാണാം. വലിയൊരു സമൂഹത്തിലിരുന്നു കൊണ്ട് ഈ രാത്രിയിൽ നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഓർക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള പുതിയ അനുഗ്രഹങ്ങളെ നമ്മൾ സ്വന്തമാക്കിയാണ്. യെശയ്യാവിൻ്റെ പ്രവചനം 65-ാം അധ്യായം 24-ാം തിരുവചനം പറയുന്നു, വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരം അരുളും, പ്രാർത്ഥിച്ചു തീരും മുമ്പേ ഞാനത് കേൾക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരാൻ പോകുക. ഒരുപക്ഷെ അനേകം നാളുകളായിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന വ്യക്തികളാണ്. നമ്മുടെ മുമ്പുകളിൽ ഒത്തിരി വിപത്തുകളുണ്ടാകാം. ഈ വിപത്തുകളെ എങ്ങനെ മറികടക്കും എന്ന് ചിന്തിക്കുന്നുണ്ടാകാം. വലിയ പ്രതികൂലങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടാകാം. ചില മരണകരമായ സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടാകാം. എന്നാൽ ദൈവം പറയാണ്, വിളിക്കും മുമ്പേ ഞാൻ നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. നീ പ്രാർത്ഥിച്ചു തീരും മുമ്പേ ഞാൻ നിനക്ക് ഉത്തരമരുളും. ആ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. യേശു പറഞ്ഞില്ലേ, നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്കത് ലഭിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നിരവധിയായ ആവശ്യങ്ങളൊന്ന് കൊടുക്കുക. ഇത് അനുഗ്രഹത്തിൻ്റെ രാത്രിയാണ്. ഇത് വിമോചനത്തിൻ്റെ രാത്രിയാണ്. ഇത് ദൈവം നമ്മളെ സന്ദർശിക്കുന്ന രാത്രിയാണ്. പ്രിയമുള്ളവരെ, സ്വർഗം താഴ്ന്നിറങ്ങി ഓരോ വ്യക്തിയുടെ കണ്ണുനീരിൻ്റെ മുമ്പിലേക്ക്, ഓരോ വ്യക്തിയുടെ പരാജയങ്ങളിലേക്ക് ഒരു ദൈവം ഇറങ്ങി വരുന്ന ഒരു രാത്രിയാണിത്. അതിനാൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും കൊടുക്കുക. 145-ാം സങ്കീർത്തനം 18-ാം തിരുവചനം പറയാണ്, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആ കർത്താവിൻ്റെ സന്നിധി നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഒന്ന് കണ്ണുകൾ അടച്ച് നമ്മുടെ കരങ്ങളൊന്ന് നെഞ്ചോടൊന്ന് ചേർത്ത് വയ്ക്കുക. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ ദൈവത്തെ ആരെല്ലാം വിളിച്ചപേക്ഷിക്കുന്നുവോ അവർക്ക് ദൈവം സമീപസ്ഥനാണ്. ദൈവം നിന്റെ അടുത്തുള്ള രാത്രി, ദൈവം നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന രാത്രി, ദൈവം നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുന്ന രാത്രി, നമ്മുടെ പരാജയങ്ങളിലേക്ക് ദൈവം കടന്നു വരുന്ന രാത്രി. ആ കർത്താവിനെ ഒന്ന് വിശ്വാസത്തിൽ ഇപ്പോൾ കാണാമോ? അവന്റെ സന്നിധിയിൽ നിങ്ങളുടെ നീറുന്ന നിരവധിയായ ജീവിത പ്രശ്നങ്ങളെ ഒന്ന് വിട്ടുകൊടുക്കാമോ? നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതികൂലങ്ങളെയും കർത്താവിന്റെ മുമ്പിൽ ഒന്ന് കൊടുക്കാമോ? ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കും. ദൈവം നിന്റെ കണ്ണുനീര് തുടച്ചു നീക്കും. ദൈവം നിന്റെ പരാജയങ്ങളെ വിജയങ്ങളാക്കി മാറ്റും. വിലാപങ്ങളെ അവൻ ആനന്ദ നൃത്തമാക്കി മാറ്റും. ആ കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ മുമ്പിലേക്ക് ഇരു കരങ്ങളും ഒന്ന് നന്നായി ഉയർത്തിപ്പിടിക്കുക. പ്രിയമുള്ളവരെ, കരമുയർത്തുമ്പോ നമ്മുടെ ജീവിതം അതിലുണ്ടാവട്ടെ. ഈ ഉയർത്തിയ കരങ്ങളിൽ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിന്റെ നാനാ തുറയിലുള്ള വിഷമങ്ങളും പ്രതിസന്ധികളും നാനാ മനസ്ഥിതികളെ തകർക്കുന്ന സകല രോഗത്തിന്റെ അസ്വസ്ഥതകളുടെ കാരണങ്ങളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് ഉയർത്താമോ? ഇരു കരങ്ങളും ദൈവ സന്നിധിയിലേക്ക് ഉയർത്തി ഹൃദയ പരമാർത്ഥതയോടെ, വലിയ ആത്മാർത്ഥതയോടെ ദൈവത്തെ ഒന്ന് വിളിക്കാമോ? ദൈവത്തെ ജീവിതത്തിലേക്ക് ഒന്ന് വിളിക്കാമോ? ദൈവത്തെ ഒന്ന് ഹൃദയം തുറങ്ങി വിളിക്കാമോ? യേശുവേ, എന്റെ കർത്താവേ, ഹല്ലേലൂയ, യേശുവേ, എന്റെ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
കൊടുത്ത് ആരാധിക്കാൻ പ്രിയപ്പെട്ടവരെ. പരാജയങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. ദൈവത്തിന്റെ ശക്തി നമ്മുടെ ജീവിതങ്ങളിൽ ഇറങ്ങുക. ദൈവത്തിന്റെ സാന്നിധ്യം നിറയുക. ആ ദൈവത്തെ കണ്ടുകൊണ്ട് ആരാധിക്കുക. യേശുവേ, പരിശുദ്ധാത്മാവേ, 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 സങ്കടങ്ങളിലേക്ക് ഇറങ്ങി വരും പരിശുദ്ധാത്മാവേ. രോഗപീഠകളിലേക്ക് അവിടുന്ന് ആഗതനാകുക ആത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തകർച്ചകളിലേക്ക് പരിശുദ്ധാത്മാവേ ഇറങ്ങി വരിക. മാനുഷികമായി പരിഹാരമില്ലാത്ത ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക്, പ്രതിസന്ധിയിലേക്ക്, ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, ആത്മാവേ, അവിടുന്ന് ഇറങ്ങി വരിക ആത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന.
എൻ യേശുവേ നാഥനേ വരണേ, നിൻ കാരുണ്യം എൻ്റെ മേൽ ചൊരിയണേ. യേശുവേ നാഥനേ വരണേ, കാരുണ്യം എൻ്റെ മേൽ ചൊരിയണേ. സ്നേഹവാൻ
തീർക്കുന്നു. കാലങ്ങൾ കണ്ണുനീരാൽ ഒഴുകുന്നു. എന്നും മാനസം വേദനയിൽ ഉരുകുന്നു. നീറുമെൻ ജീവനെ നൽകിയ പാടുന്നു. നീറുമെൻ ജീവനെ നൽകിയ പാടുന്നു. പ്രതികൂലമാകുമെൻ ചെങ്കടൽ നീതയിൽ വിശ്വാസവഴി ഞാൻ നീട്ടിടുമേ. പ്രതികൂലമാകുമെൻ ചെങ്കടൽ നീതയിൽ വിശ്വാസവഴി ഞാൻ നീട്ടിടുമേ. നീ എന്റെ ശക്തിയും നീ എന്റെ ബലവും നീ എന്റെ പ്രാണനും നീ എൻ ദൈവം. നീ എന്റെ ശക്തിയും നീ എന്റെ ബലവും നീ എന്റെ പ്രാണനും നീ എൻ ദൈവം. നീ എന്റെ ശക്തിയും നീ എന്റെ ബലവും നീ എന്റെ പ്രാണനും നീ എൻ ദൈവം. പ്രിയമുള്ളവരെ,